നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മസ്ജിദ് സർവേയോടനുബന്ധിച്ച് അവിടെ പ്രശ്നമുണ്ടാവുകയും 4 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഉത്തർപ്രദേശിലെ സംഭാലിൽ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും വേണുഗോപാലും അടങ്ങുന്ന കൂട്ടരെ കടത്തി വിടാത്തതിൽ പ്രതിഷേധിച്ച് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കവടിയാർ ജംഗ്ഷനിലാണ്, അതായത് കവടിയാർ സിറ്റിയുടെ ഭാഗത്താണ്. രാജ്ഭവനിന് തൊട്ട് മുമ്പിലാണ്. രാജ്ഭവൻ ലക്ഷ്യമാക്കി വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുവാൻ ബാരിക്കേഡും മറ്റു ജലപീരങ്കി മറ്റു സന്നാഹങ്ങളൊക്കെ ഒരുക്കി പോലീസുകാർ സർവ്വസജ്ജരായി നിൽക്കുന്നുണ്ട്. ബാരിക്കേഡ് കെട്ടുന്നതിനിടെ പവർ പോയി. പോസ്റ്റുമായിട്ട് ഉള്ള കയറ് വലിച്ചു കെട്ടിയപ്പോൾ പോസ്റ്റ് കുലുക്കമുണ്ടായി. അങ്ങനെ പവർ സപ്ലൈ പോയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടിലാണ് ഈ ഒരു പോസ്റ്റിൽ വെളിച്ചം പോയി. എന്നാൽ അപ്പുറേ ഉള്ള പോസ്റ്റിൽ ലൈറ്റുകളൊക്കെ ഉണ്ട്. എന്തായാലും ബാരിക്കേഡ് കെട്ടാൻ ഉപയോഗിച്ച പോസ്റ്റിൽ സപ്ലൈ പോയിട്ടുണ്ട്. കലുഷിത നിമിഷങ്ങളാണ്. തിരുവനന്തപുരം നിവാസികളല്ലാത്തവർക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്നാണ്. നമ്മൾ നേരെ ഇതൊരു 4 കൂടിയ മുക്കാണ്. ഇടത്തോട്ട് പോയാൽ ശാസ്താമംഗലം, നേരെ പോയാൽ വഴുതക്കാട്, അത് വീണ്ടും അത് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ മ്യൂസിയം പാളയം ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ എതിർദിശ എന്ന് പറയുന്നത് കവടിയാറ് പേരൂർക്കട ഭാഗത്തേക്കുള്ള യാത്രയാണ്. അതേ കാണുന്ന അങ്ങേ തലയ്ക്കലുള്ളതാണ് അതേ കാണുന്നത്. ആ വണ്ടിയുടെ അപ്പുറത്ത് കാണുന്നതാണ് രാജ്ഭവൻ. നമ്മളിപ്പോൾ ബാരിക്കേഡിൻ്റെ എതിർവശം ഇത്രയും നേരം വാർത്ത സംപ്രേഷണം ചെയ്തത് എതിർവശത്തു നിന്നാണ്. ഇത് അതുവഴി പുത്തുതാണ്ട ഈ ഒരു ചെറിയ വഴിയുടെ ഇപ്പുറത്തെത്തി ഉള്ള ദൃശ്യങ്ങളാണ്. നേരെ പോയാൽ രാജ്ഭവൻ കവടിയാർ റോഡ്. മാധ്യമ പ്രവർത്തകരൊക്കെ സജ്ജരായി ഇപ്പോണ്ട്.
ഭാരതത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരെ കാവിയണിഞ്ഞ സർക്കാരെ വർഗീയതയുടെ സർക്കാരെ രാജിവെക്കൂ പുറത്തു പോകൂ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം ഇരമ്പട്ടെ രാജ്ഭവനിൽ ഇരമ്പട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇരമ്പട്ടെ വർഗീയത തുലയട്ടെ വർഗീയവരണം തുലയട്ടെ പാവം ജനങ്ങളെ അടിച്ചമർത്തണ സർക്കാരെ വർഗീയതയുടെ സർക്കാരെ മോദി ഭരണം തുലയട്ടെ ആര്യഭരണം തുലയട്ടെ ഷാഭരണം തുലയട്ടെ ഇല്ല നടപ്പില്ല ഭാരതമാണെന്നോർത്തോളൂ ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ അറിയാമോ യുദ്ധാണ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് സമരം സിന്ദാബാദ് പ്രതിഷേധം ഇരമ്പട്ടെ ആളിയാളി കത്തട്ടെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് ഭാരതത്തിൻ തെരുവീതികളിൽ ജനങ്ങളാകെ കത്തുന്നേ ആര്യഭരണം തുലയട്ടെ മോദി ഭരണം തുലയട്ടെ നായകനെ ഇല്ല നടപ്പില്ല വർഗീയഭരണം നടപ്പില്ല അറിയാമോ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് രാജ്ഭവൻ മാർച്ച് സിന്ദാബാദ് പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം ഭാരതമാകെ കത്തുന്നേ കത്തി അമരുന്നേ ആര്യഭരണം തുലയട്ടെ മോദി ഭരണം തുലയട്ടെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെ, നമുക്കറിയാം രാജ്യത്തുടനീളം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ രാജ്യത്തിലുണ്ടായിരുന്ന മുഴുവൻ ഐക്യത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കിരാത ഭരണമാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വരുന്നത്. നമുക്കറിയാം ചമ്പൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം നിലവിൽ ദേവാലയ നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ചമ്പലിലെ ഷാഹി മസ്ജിദ് അടക്കമുള്ള മസ്ജിദുകളെ അത് പുരാതനമായ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന മസ്ജിദാണെന്നും അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി സംഘപരിവാറിന്റെ ഗൂഢാലോചനയിൽ നിന്ന് ഇവിടുത്തെ രാജ്യത്തെ മുഴുവൻ മതനിരപേക്ഷവാദികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ചമ്പലിൽ നടന്ന പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ക്രൂരമായ വെടി അല്ലെങ്കിൽ ക്രൂരമായ കൊലപാതകം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ കൊല്ലപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോയപ്പോൾ UP യോഗിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അദ്ദേഹത്തെ തടയുകയുണ്ടായി. നമുക്കറിയാം ഇതാദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധിയെ യോഗിയുടെ പോലീസും നരേന്ദ്രമോദിയുടെ പോലീസും തടയുന്നത്. അത് കത്വയിലാണെങ്കിലും ശരി തന്നെയാണ്, ആഗ്രഹത്തിലാണെങ്കിലും ശരി തന്നെയാണ്. രാജ്യത്തെ സാധാരണക്കാരൻ അനീതി നേരിടുമ്പോൾ അവർക്ക് ഈ ഭരണകൂടത്തിന്റെ അനീതികൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കിരാതമായ ഭരണം അവരെ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എപ്പോഴെല്ലാം രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ അപ്പോഴെല്ലാം ഈ ഭരണകൂടം അദ്ദേഹത്തെ തടയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു പ്രതിഷേധവുമായി കടന്നു വന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ കോലം പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന് ശക്തി നൽകിക്കൊണ്ട് എല്ലാ പ്രിയ സഹപ്രവർത്തകർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുകയാണ്. കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. അതെ, മഴ അതെ മഴയ്ക്ക് ചാൻസ് ഉണ്ട്.
കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തി കത്തി ജ്വലിക്കട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ, ആര്യഭരണം കത്തട്ടെ, നരേന്ദ്രമോദി കത്തട്ടെ. കത്തട്ടങ്ങനെ കത്തട്ടെ, ആര്യഭരണം കത്തട്ടെ, നരേന്ദ്രമോദി കത്തട്ടെ. ഇല്ല ഇല്ല നടപ്പില്ല, വർഗീയ ഭരണം നടപ്പില്ല, വർഗീയ ഭരണം നടപ്പില്ല. ഭാരതത്തെ കീറി മുറിച്ച്, ഭാരതത്തെ കീറി മുറിച്ച് വർഗീയ അജണ്ട നടപ്പിലാക്കാൻ, വർഗീയ അജണ്ട നടപ്പിലാക്കാൻ മോദി ഭരണം തുറയട്ടെ, കത്തി കത്തി തുറയട്ടെ, കത്തി കത്തി തുറയട്ടെ. ആര്യമന്ത്രി പ്രധാനമന്ത്രി, ആര്യമന്ത്രി പ്രധാനമന്ത്രി, വർഗീയ മന്ത്രി തുറയട്ടെ, വർഗീയ മന്ത്രി തുറയട്ടെ, തുറയട്ടെ. കള്ളൻ മോദി തുറയട്ടെ, കള്ളൻ മോദി തുറയട്ടെ. ഇല്ല ഇല്ല നടപ്പില്ല, വർഗീയ നടപ്പില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. കത്തി കത്തി ജ്വലിക്കട്ടെ, കത്തി കത്തി ജ്വലിക്കട്ടെ, കള്ളൻ മോദി കത്തട്ടെ, കള്ളൻ മോദി കത്തട്ടെ. ഭാരതത്തിന് അപമാനം, ആര്യമന്ത്രി പ്രധാനമന്ത്രി, രാജിവെക്കു പുറത്തു പോകൂ, രാജിവെക്കു പുറത്തു പോകൂ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, വർഗീയതയിൽ പ്രതിഷേധം, വർഗീയതയിൽ പ്രതിഷേധം. വർഗീയ മന്ത്രി പ്രധാനമന്ത്രി, വർഗീയ മന്ത്രി പ്രധാനമന്ത്രി, രാജിവെക്കു പുറത്തു പോകൂ. ഭാരതത്തിന് അപമാനം, അപമാനം, നരേന്ദ്രമോദി അപമാനം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.